ഓസ്ട്രേലിയൻ സ്റ്റുഡൻറ് വിസ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് പോയിന്റ്, നിങ്ങൾ ഓസ്ട്രേലിയ സീരിയസ് ആയിട്ട് പ്ലാൻ ചെയ്യുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ആദ്യം ക്രാക്ക് ചെയ്യേണ്ടത് IELTS ഓർ PTE ആണ്. അതിനൊരു കാരണം കൂടിയുണ്ട്. നിങ്ങൾ ഇപ്പം 12th പഠിച്ചുകൊണ്ടിരിക്കുന്നവരോ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളോ ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ പഠിത്തം കഴിഞ്ഞവരായിക്കൊള്ളട്ടെ, നിങ്ങളുടെ ഈ ലാംഗ്വേജ് ടെസ്റ്റ് കൂടെ വെച്ച് നിങ്ങൾ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു കഴിയുമ്പോൾ യൂണിവേഴ്സിറ്റി വിചാരിക്കും ഓക്കെ ഇത് സീരിയസ് സ്റ്റുഡൻ്റ് ആണ്, കാരണം വേണ്ടുന്ന അത്യാവശ്യം കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് വന്നിട്ടാണ് കുട്ടി ഇപ്പം അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ IELTS ഓർ PTE ക്ലിയർ ചെയ്യുക. ഏർലി ബേർഡ് ഡിസ്കൗണ്ട് കിട്ടാനായിട്ട്, അതായത് സ്കോളർഷിപ്പ് ഏറ്റവും അധികമായി ലഭിക്കാൻ, നമ്മുടെ പ്രൊഫൈലിനെ പ്രയോറിറ്റൈസ് ചെയ്യാൻ, ഫാസ്റ്റ് ട്രാക്ക് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ഇംഗ്ലീഷ് സ്കോർ ഉണ്ട് എന്നുള്ളതാണ്. ഓസ്ട്രേലിയക്ക് അപ്ലൈ ചെയ്യുന്ന നമുക്ക് കിട്ടുന്ന ഡേറ്റയുടെ 35% ഹെൽത്ത് സെക്ടറാണ് ചൂസ് ചെയ്യുന്നത്. ഹെൽത്ത് സെക്ടർ, സോഷ്യൽ വർക്ക്, നഴ്സിംഗ്, ഇതിനൊക്കെ 7 ബാൻഡ് അച്ചീവ് ചെയ്യണം. IELTSന് 7 ബാൻഡ് ഇക്വലൻ്റ്. IELTSൻ്റെ പറയാനുള്ള കാരണം അത് പണ്ട് മുതലുള്ള എക്സാമാണ്. പക്ഷേ അല്പം കാലഹരണപ്പെട്ടു പോയോ എന്നുള്ള സംശയമുണ്ട്. ഇപ്പോൾ അവർ ക്യാച്ചപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഒക്കെ ഉണ്ട് ഇപ്പോഴും. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റുകൾ ഉള്ള ഒരു കാലത്താണ് നമ്മളിപ്പോൾ അല്ലേ. ഇപ്പോൾ PTE എന്ന് പറഞ്ഞ ഒരു ന്യൂ ജെൻ എക്സാം ഇസ് ഔട്ട്, പിയേഴ്സൺ ടെസ്റ്റ് ഫോർ ഇംഗ്ലീഷ്. ഈ പരീക്ഷയിലൂടെ IELTSനേക്കാളും മികച്ച സ്കോർ നേടാൻ പറ്റുന്നുണ്ട്. അതിനകത്ത് കുറേ മാറ്റങ്ങളും വരുന്നുണ്ട്. എന്തായാലും PTEയിലൂടെ ആയിരിക്കും കൂടുതൽ കുട്ടികളും 7 ബാൻഡ് അച്ചീവ് ചെയ്യുന്നത്. അപ്പോൾ ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, അയർലൻഡ് തുടങ്ങിയ രാജ്യങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ PTE എക്സാമാണ് IELTSനേക്കാളും മികച്ചത്. പല കാരണങ്ങളുണ്ട് അതിന്. നിങ്ങളുടെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് നോക്കുമ്പോൾ പോലും, PR പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ പോലും 8 ബാൻഡ് അച്ചീവ് ചെയ്താലാണ് നിങ്ങൾക്ക് പെർമനൻറ്റ് റെസിഡൻസി ഈസി ആയിട്ട് കിട്ടുന്നത്. ഓസ്ട്രേലിയയിലെ 8 ബാൻഡ് ഉള്ളവർക്ക് 20 പോയിൻ്റാണ് PR ആപ്ലിക്കേഷനിൽ ലഭിക്കുന്നത്. മൊത്തം 65 പോയിൻ്റ് മതി PR എലിജിബിൾ ആണ്. അപ്പോൾ അതിനകത്തൊരു മേജർ പോയിൻ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഇംഗ്ലീഷ് ആണെന്ന് ഓർമ്മ വേണം. അതിൽ 8 ബാൻഡ് അച്ചീവ് ചെയ്താലാണ് 20 പോയിൻ്റ് കിട്ടുന്നത്. 7 ബാൻഡാണ് വെറും 10 പോയിൻ്റാണ്. 7 ബാൻഡും ഇല്ലെങ്കിൽ 1 പോയിൻറ്റും ഇല്ല. ആ ഒരു സാഹചര്യത്തിൽ PTE തന്നെ എടുക്കുന്നതാണ് എല്ലാവർക്കും നല്ലത്. ഒരു ചെറിയ കാര്യം കൂടെ പറയാം. നമ്മൾ ബാച്ചിലേഴ്സ് പഠിക്കാൻ പോകുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഓവറോൾ 6ഉം ഇൻഡിവിജ്വൽ സ്കോർ 6ഉം ആണ് സ്കോർ വേണ്ടത്. അത് PTEയിൽ വരുമ്പം ഓവറോൾ 50ഉം ഇൻഡിവിജ്വൽ സ്കോർ 50 ആവും. ഇനി അതുപോലെ തന്നെ മാസ്റ്റേഴ്സ് പഠിക്കാൻ പോകുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഓവറോൾ 65ഉം ഇൻഡിവിജ്വൽ സ്കോർ 6ഉം ആണ് വേണ്ടത്. PTE ആണെങ്കിൽ 58 ഓവറോൾ, 50 ഇൻഡിവിജ്വൽ സ്കോർ വേണം. ഇനി നേഴ്സിംഗ് അല്ലെങ്കിൽ ഹെൽത്ത് റിലേറ്റഡ് എന്ത് പ്രോഗ്രാം ആയിക്കൊള്ളട്ടെ, IELTSന് ഓവറോൾ 7, ഇൻഡിവിജ്വൽ സ്കോർ 7 വേണം. PTE ആണെങ്കിൽ ഓവറോൾ 65ഉം ഇൻഡിവിജ്വൽ സ്കോർ 65ഉം. ചില യൂണിവേഴ്സിറ്റീസ് സ്കോർ കുറച്ചുകൂടെ കൂടുതൽ വേണം എന്ന് പറയാം. ചില ഗ്രൂപ്പ് ഓഫ് 8 യൂണിവേഴ്സിറ്റീസ്, അതായത് യൂണിവേഴ്സിറ്റി ഓഫ് വെസ്റ്റേൺ ഓസ്ട്രേലിയ തുടങ്ങിയ യൂണിവേഴ്സിറ്റീസ് ഒക്കെ PTEക്ക് 72 സ്കോർ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഓഫ് വോളിംഗോങ് അവരുടെ നേഴ്സിംഗ് പ്രോഗ്രാമിലേക്ക് ഓവറോൾ 69ഉം ഇൻഡിവിജ്വൽ സ്കോർ 69ഉം ഇപ്പോൾ അത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അടുത്ത ഇൻടേക്ക് തൊട്ട്. സോ നെക്സ്റ്റ് പോയിന്റ്, പ്രോഗ്രാം ഷോർട്ട് ലിസ്റ്റിംഗ്. പ്രോഗ്രാം ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ പഠിക്കാൻ പോകുന്ന കോഴ്സ് ഏത് എന്ന് ആദ്യം തിരിച്ചറിയുക എന്നുള്ളതാണ്. ഇപ്പോൾ ഓസ്ട്രേലിയയിലോ ഏത് രാജ്യത്തായിക്കോട്ടെ, സ്കിൽ ഷോർട്ടേജ് ലിസ്റ്റ് അനുസരിച്ച് ഏറ്റവും സാധ്യത, നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടാൻ സാധ്യതയുണ്ടോ എന്നുകൂടി നോക്കിയിട്ട് വേണം. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ രാജ്യത്ത് പോയി പഠിക്കുമ്പോൾ പലപ്പോഴും നമ്മളവിടെ സെറ്റിൽ ഡൗൺ ചെയ്യാൻ ആഗ്രഹിച്ചായിരിക്കുമല്ലോ അല്ലേ കോഴ്സ് എടുക്കുന്നത്. അപ്പോൾ അവിടെ സ്കിൽ ഷോർട്ടേജ് ലിസ്റ്റിൽ ഉള്ള പ്രോഗ്രാമാണെന്ന് ഉറപ്പുവരുത്തി പ്രോഗ്രാം എടുക്കുക. 1. 2, ഈ പ്രോഗ്രാം ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് യൂണിവേഴ്സിറ്റി പഠിക്കും എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്നത് QS റാങ്കിങ് അല്ലെങ്കിൽ ടൈംസിൻ്റെ റാങ്കിങ് ബൈ സബ്ജക്റ്റ്. ആക്ച്വലി QS റാങ്കിങ് ബൈ സബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഇൻഫർമേഷൻ ടെക്നോളജിയാണ് അല്ലെങ്കിൽ നേഴ്സിംഗ് ആണ്. അപ്പോൾ QS റാങ്കിങ് 2025 നേഴ്സിംഗ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പേജ് വരും. ആ പേജിനകത്ത് ഓസ്ട്രേലിയ എന്നുള്ള കൺട്രി ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓസ്ട്രേലിയയിലെ ഏറ്റവും റാങ്കിങ് കൂടിയ യൂണിവേഴ്സിറ്റീസ് ഇങ്ങനെ കാണിച്ചു തരും. അപ്പോൾ അതിനകത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ച ഒരു പ്രോഗ്രാമോ ഒരു യൂണിവേഴ്സിറ്റി ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റും. പക്ഷെ ഒരു കാര്യം ഓർക്കുക, റാങ്കിങ് കൂടുമ്പോൾ തീർച്ചയായും ഫീസ് കൂടും. നമ്മൾ ഏതൊരു കാര്യം നോക്കിയാലും ക്വാളിറ്റി കൂടുതലുള്ളതിന് പ്രൈസ് കൂടുതലിടും. അങ്ങനെയാണല്ലോ ഈ ഡിമാൻഡ് ആൻഡ് സപ്ലൈ വർക്ക് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അത് നിങ്ങൾ അതിൻ്റെ ഒരു സ്വീറ്റ് സ്പോട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഈ ഫീസ് കൂടുന്നതനുസരിച്ച് റാങ്കിങ് കൂടും. അപ്പോൾ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഫീസും റാങ്കിങ് അതനുസരിച്ച് നിങ്ങൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ബാലൻസ് ഔട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ ഏറ്റവും നല്ലത് യൂണിവേഴ്സിറ്റി ഓഫ് മെൽബൺ ആണ് എന്ന് കരുതി നമുക്ക് അതിനുള്ള സാമ്പത്തിക ശേഷി ഇല്ലെങ്കിൽ അതുപോലെ തന്നെ പഠിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം കൂടെ നോക്കണം.
സ്റ്റഡിയിലോട്ട്. ഇമ്പോർട്ടൻ്റ്. കാരണം ഈ കൂടിയ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുമ്പോൾ പഠിക്കാൻ പാടാ, അറിയാലോ. ഇപ്പോൾ IIT പഠിക്കാൻ പോകുന്ന ഒരു സെറ്റപ്പ് ആയിരിക്കുകയില്ല നമ്മളൊരു സാധാരണ കോളേജിൽ പഠിക്കാൻ പോകുമ്പോൾ. സാധാരണ കോളേജിൽ സാധാരണ അധ്യാപകരാണ്, അവിടെ വരുന്ന പിള്ളേരുടെ എബിലിറ്റി ഡിഫറൻ്റ് ആണ് എന്ന് മനസ്സിലാക്കി അവർക്ക് കൂടുതലും സ്പൂൺ ഫീഡ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്ന കാണാറുണ്ട്. വേറെ IIT-കളിലൊന്നും സ്പൂൺ ഫീഡിങ് എന്ന് പറഞ്ഞൊരു രീതി ആയിരിക്കുകയില്ല. എന്ന് പറഞ്ഞ പോലെ തന്നെ ആയിരിക്കും ഇവിടെയും മികച്ച യൂണിവേഴ്സിറ്റീസിൽ പഠിക്കാൻ പാടായിരിക്കും. നമുക്ക് കാര്യങ്ങൾ അത്രയും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ലെക്ചറേഴ്സ് അസ്യൂം ചെയ്യും. അപ്പോൾ അതും കൂടി ഒന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ അക്കാഡമിക് കേപ്പബിലിറ്റി ആൻഡ് ഫിനാൻഷ്യൽ കേപ്പബിലിറ്റി നോക്കിയിട്ട് പ്ലസ് നിങ്ങളുടെ റാങ്കിങ്, യൂണിവേഴ്സിറ്റിയുടെ റാങ്കിങ് കൂടെ നോക്കിയിട്ട് പ്രോഗ്രാം സെലക്ട് ചെയ്യുക. പിന്നെ നിങ്ങൾ പഠിക്കാൻ പോകുന്ന ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള പ്രോഗ്രാമിൻ്റെ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ കൃത്യമായിട്ട് നിങ്ങൾ എന്താണ് പഠിക്കാൻ പോകുന്നത്, ഓരോ സബ്ജക്ട്സിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും. അത് വായിച്ച് മനസ്സിലാക്കി നോക്കുക. അല്ലാതെ നിങ്ങളുടെ ചേട്ടനോ ചേച്ചിയോ സീനിയേഴ്സോ ആരെങ്കിലും പഠിച്ചതുകൊണ്ട് ഞാനിത് പഠിക്കുന്നു, അതിന് സാധ്യതയുണ്ട് എന്നുള്ളതല്ലാണ്ട് നിങ്ങൾക്കത് പഠിക്കാൻ പറ്റുമോ, നിങ്ങൾക്കത് താങ്ങാൻ പറ്റുന്ന അത്രയും ലോഡാണോ എന്നുള്ള കാര്യം നോക്കിയിട്ട് മാത്രം എടുക്കുക. നമ്മൾ പലപ്പോഴും കണ്ടുവരുന്നതാണ്, കുട്ടികൾ പ്രോഗ്രാം അങ്ങ് എടുത്തു വരും, ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടാണ് അയ്യോ ഇത് പഠിക്കാനുണ്ടായിരുന്നോ, ഇതെനിക്ക് പാടാ എന്നറിയുന്നത്. ഇതെല്ലാം വ്യക്തമായിട്ട് തന്നെ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരു ഫീൽഡ് താല്പര്യമുണ്ട്, പക്ഷേ സബ്ജക്ട്സ് കുറച്ച് ടഫായിട്ട് തോന്നുന്നു, പക്ഷേ എന്നാലും പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിന് ഹെൽപ്ഫുൾ ആവുന്ന സർട്ടിഫിക്കേഷൻ കോഴ്സുകളൊക്കെ, ചെറിയ ഷോർട്ട് ടൈം കോഴ്സുകളൊക്കെ നാട്ടിൽ നിന്ന് ചെയ്തിട്ട് പ്രിപ്പയർഡ് ആയിട്ട് തന്നെ വരിക. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ സെലക്ട് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയുടെ ലെവല്, കാറ്റഗറി, ടയർ, ഇത് മൂന്നും. ഇപ്പോൾ ടയർ എന്ന് പറഞ്ഞാൽ റാങ്കിങ് ആണ്, അത് മാറ്റി നിർത്താം. ലെവലും കാറ്റഗറിയും. ലെവൽ എന്ന് പറഞ്ഞ് നിങ്ങൾ വെറുതെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പൊട്ട ഡോക്യുമെൻറ്റ്സ് ആണ്, പൊട്ട ബ്ലോഗ്സ് ആണ് വരുന്നത്. ഇനി ഹോല വേൾഡ് ഒരു ബ്ലോഗ് തുടങ്ങിയിടണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം ലെവൽ എന്ന് ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത് ശരിക്കും ഈ റാങ്കിങ് അനുസരിച്ച് വരുന്ന ഒരു യൂണിവേഴ്സിറ്റി, ഏറ്റവും 10 യൂണിവേഴ്സിറ്റി റാങ്കിങ് ഏറ്റവും മികച്ച് നിൽക്കുന്ന 10 യൂണിവേഴ്സിറ്റി ഓസ്ട്രേലിയയിൽ, അതിന് ലെവൽ 1 എന്ന് പറഞ്ഞൊക്കെ കാണിക്കുന്നതാണ് കാണാറ്. അത് തെറ്റാണ്. നമ്മൾ ഈ ലെവൽ എന്ന് പറയുന്നത് അസസ്മെൻറ്റ് ലെവൽസ് ആണ്. അസസ്മെൻറ്റ് ലെവൽസ് എന്ന് പറഞ്ഞാൽ ഓരോ യൂണിവേഴ്സിറ്റിയിലും ജെനുവിൻ സ്റ്റുഡൻസിൻ്റെ അഡ്മിറ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി അനുസരിച്ച് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹോം അഫയേഴ്സ് വിസ ഗ്രാൻഡ് ചെയ്യുന്ന ബോഡി യൂണിവേഴ്സിറ്റികളെ തരംതിരിച്ചിരിക്കുന്നതാണ് ലെവൽസ്. അപ്പം ലെവൽ മികച്ച ഒരു യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്താൽ നിങ്ങളുടെ വിസ സക്സസ് കൂടുതലാണ്, അതുപോലെ വിസ സക്സസ് ചാൻസ് കൂടുതലാണ്, അതുപോലെ പ്രോസസ്സിംഗ് ടൈം ഫാസ്റ്റ് ആണ്. അപ്പോൾ അതാണ് ലെവല്. പിന്നെ കാറ്റഗറി, പഠിക്കാൻ പോകുന്ന യൂണിവേഴ്സിറ്റിയുടെ ലൊക്കേഷൻ എവിടെയാണ്. കാറ്റഗറി 1 ലൊക്കേഷൻ ലൈക്ക് സിഡ്നി, മെൽബൺ, ബ്രിസ്ബെയിനിലാണെങ്കിൽ കിട്ടുന്ന സ്റ്റേ ബാക്കിനേക്കാളും കൂടുതലാണ് കാറ്റഗറി 2 ലൊക്കേഷൻസായ അഡിലെയ്ഡ്, പെർത്ത്, കാൻബറ തുടങ്ങിയ സ്ഥലങ്ങളിൽ. കാറ്റഗറി 2-നേക്കാൾ ഒരു കൊല്ലം കൂടെ സ്റ്റേ ബാക്ക് കൂടുതലാണ് കാറ്റഗറി 3 പോലെയുള്ള ലൊക്കേഷൻസ് ലൈക്ക് വാഗ, ഡാർവിൻ എക്സെട്ര. അത് മാത്രമല്ല PR-ലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ 5 പോയിൻറ്റ്സ് എക്സ്ട്രാ കിട്ടുകയും ചെയ്യും കാറ്റഗറി 2-ലും 3-ലും പഠിക്കുമ്പോൾ. ഇതെല്ലാം നോക്കിയിട്ട് വേണം നമ്മൾ പ്രോഗ്രാം ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ. പിന്നെ ഓസ്ട്രേലിയക്ക് അപ്ലൈ ചെയ്യുമ്പം ഒരുപാട് യൂണിവേഴ്സിറ്റീസിലേക്ക് ആപ്ലിക്കേഷൻ കൊടുത്തില്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ ആ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഒരു പർട്ടിക്കുലർ പ്രോഗ്രാമിൻ്റെ മിനിമം അഡ്മിഷൻ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഓഫർ ലെറ്റർ കിട്ടും. 10-12 ഒക്കെ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. മാക്സിമം ഒരു 3 ആപ്ലിക്കേഷൻസ് കൊടുത്താൽ മതിയാവും. പിന്നെ നിങ്ങളൊരു ഏജൻസിയെ സെലക്ട് ചെയ്യുമ്പോൾ പണ്ട് പോയ ആൾക്കാരുടെ അഭിപ്രായങ്ങൾ കേട്ട് സെലക്ട് ചെയ്യാതിരിക്കുക. നിങ്ങൾ റിസർച്ച് ചെയ്യുമ്പോൾ റീസെൻ്റ് ഇയറുകളിൽ പോയ കുട്ടികളോട് ചോദിക്കുക ഏറ്റവും നല്ല ഏജൻസി ഏതാണ്, ഏറ്റവും നല്ല കൗൺസിലർ ഏതാണ്, എന്നിട്ട് തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ അബദ്ധങ്ങളൊന്നും പറ്റുകയില്ല. കാരണം റൂൾസ് എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഇവർ. അതുപോലെ തന്നെ ഓരോ പ്രോസസ്സും അഡീഷണൽ, ചിലപ്പോൾ ഒരു പ്രോസസ്സ് നേരത്തെ ഉണ്ടായിരുന്നിരിക്കില്ല, ഇപ്പോഴായിരിക്കും കുറച്ചുകൂടെ ഡിഫിക്കൽട്ടായിട്ടുണ്ടാവുന്നത്. അപ്പോൾ നേരത്തെ അത് ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ അത് എന്തുകൊണ്ടാണുള്ളത്, അതൊക്കെ അറിയാലോ. റൂൾസൊക്കെ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതും ഒന്ന് ശ്രദ്ധയിൽ വെക്കുക. അടുത്ത പോയിന്റ്, കണ്ടീഷണൽ ഓഫർ ലെറ്റർ. നമ്മളിപ്പോൾ പ്രോഗ്രാം ഷോർട്ട് ലിസ്റ്റ് ചെയ്തു, കുറച്ച് യൂണിവേഴ്സിറ്റീസിലേക്ക് ആപ്ലിക്കേഷൻ കൊടുത്തു നമ്മൾ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ അവർ നമുക്ക് ഓഫർ ലെറ്റർ ഇഷ്യൂ ചെയ്യും. അപ്പോൾ ഈ ഓഫർ ലെറ്റർ ഇഷ്യൂ ചെയ്ത് കഴിയുമ്പം 2 രീതിയിലുള്ള ഓഫർ ലെറ്റേഴ്സ് ഉണ്ട്, കണ്ടീഷണൽ ആൻഡ് അൺകണ്ടീഷണൽ. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് കണ്ടീഷണൽ ഓഫർ ലെറ്ററിനെ കുറിച്ചാണ്. എന്താണ് കണ്ടീഷണൽ ഓഫർ ലെറ്റർ? ചില കണ്ടീഷൻസ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും ഓഫർ ലെറ്ററിനകത്ത്. ഇന്ന കാര്യങ്ങൾ കേറ്റർ ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുള്ള ഓഫർ ഞങ്ങൾ തരാം എന്ന് പറയുന്ന കണ്ടീഷൻസ്. എന്തൊക്കെ ആയിരിക്കും കണ്ടീഷൻസ്? 1, ഇംഗ്ലീഷ് പ്രൊഫഷ്യൻസി ക്ലിയർ ചെയ്യണം എന്നുള്ളതായിരിക്കും. IELTS PTO ക്ലിയർ ചെയ്ത് ഇംഗ്ലീഷ് പ്രൊഫഷ്യൻ്റ് ആണെന്ന് കാണിക്കുക എന്നുള്ളത്. അവരുടെ ബേസിക് റിക്വയർമെൻറ്റ് എന്താണോ അത് മീറ്റ് ചെയ്യണം. മീറ്റ് ചെയ്യാത്തവർക്കാണെങ്കിൽ അത് മെൻഷൻ ചെയ്യും. മീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതെങ്കിൽ
നമുക്ക് പകുതി കുട്ടികളിൽ നമ്മൾ IELTS കഴിഞ്ഞിട്ട് വരുന്ന കുട്ടികളുടെ ആപ്ലിക്കേഷൻസ് പോകുമ്പോൾ നമ്മൾ ഈ കണ്ടീഷൻ അതിനകത്ത് മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അതാണ് ഒരു കണ്ടീഷൻ. അടുത്ത കണ്ടീഷൻ എല്ലാ കുട്ടികൾക്കും വരുന്ന കണ്ടീഷനാണ് GS ക്ലിയർ ചെയ്യണം. GS ജെന്യുവിൻ സ്റ്റുഡൻറ് റിക്വയർമെൻറ്റ് ക്ലിയർ ചെയ്യണം. അപ്പോൾ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോം അഫയേഴ്സ് പറഞ്ഞിരിക്കുന്ന ജെന്യുവിൻ സ്റ്റുഡൻറ് ക്രൈറ്റീരിയ മീറ്റ് ചെയ്യണം എന്നുള്ളത് എല്ലാ കുട്ടികളുടെ ഓഫ് ലെറ്റേഴ്സിലും പറയുന്ന ഒരു കോമൺ കണ്ടീഷനാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഡിഗ്രി പഠിച്ചു കഴിഞ്ഞു റിസൾട്ട് വന്നു സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല, അതും കണ്ടീഷനായിട്ട് വരാറുണ്ട്. അതായത് ഡിഗ്രി റിസൾട്ടിന്റെ കോപ്പി അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റിന്റെ കോപ്പിയും കൂടെ സബ്മിറ്റ് ചെയ്യുക. അപ്പൊ ഈ 3 കണ്ടീഷൻസ് ആണ് സാധാരണയായിട്ട് കണ്ടുവരുന്നത്. അപ്പൊ അതിന് ശരിക്കും ഇന്റർനെറ്റിലെ റിസൾട്ട് കിട്ടിയാലും മതി കേട്ടോ. അത് കിട്ടിയാൽ പോലും നമുക്ക് അൺകണ്ടീഷണൽ വേണ്ടി അപ്ലൈ ചെയ്യാം. അപ്പം കണ്ടീഷണൽ ഓഫർ ലെറ്ററിനകത്ത് പറയുന്ന റിസൾട്ടും കൂടെ വരണം എന്ന് പറഞ്ഞിട്ട് ഒരു ഓഫർ വരും. ഈ കണ്ടീഷണൽ ഓഫർ ലെറ്റർ അപ്ലൈ ചെയ്യാനായിട്ട് ചിലവർ പറയുന്ന ഒരു കണ്ടീഷൻ, നമ്മളുടെ പ്രെഡിക്റ്റഡ് സ്കോർ കാർഡും കൂടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും എന്ന് പറയാറുണ്ട് കണ്ടീഷണൽ ഓഫർ ലെറ്ററിന്. അതെ. അപ്പോൾ ഇത്രയും ആണ്. അടുത്ത സ്റ്റേജ് എന്താണെന്ന് നോക്കാം. അടുത്ത ഈ ഒരു സ്റ്റേജ് ആണ് ഓസ്ട്രേലിയൻ സ്റ്റുഡൻറ് വിസ പ്രോസസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ളൊരു സ്റ്റേജ്, ജെന്യുവിൻ സ്റ്റുഡൻറ് ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുക എന്നുള്ളത്. GS സബ്മിഷൻ ആൻഡ് ക്ലിയറൻസ്. ഇവിടെ എന്താണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്? ജെന്യുവിൻ സ്റ്റുഡൻ്റ് ആണോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത്. ജെന്യുവിൻ സ്റ്റുഡൻറ്റിൻ്റെ ക്രൈറ്റീരിയാസ് പലതാണ്. അക്കാഡമിക് ചെക്സ് ഉണ്ട്, അതുപോലെ ഫിനാൻഷ്യൽ ചെക്സും ഉണ്ട്. ഓസ്ട്രേലിയ പോലെയുള്ള ഒരു രാജ്യത്തെ ജീവിത ചെലവ് മീറ്റ് ചെയ്യാനായിട്ട് കുട്ടിക്കാകുമോ, ഇവിടുത്തെ പഠന ചെലവ് കുട്ടിക്ക് മീറ്റ് ചെയ്യാനാകുമോ എന്നുള്ള ചെക്സാണ് GSൻ്റെ ഫിനാൻഷ്യൽ ചെക്കിൽ വരുന്നത്. അക്കാഡമിക് ചെക്കിൽ ഓരോ യൂണിവേഴ്സിറ്റിയുടെയും പഠനഭാരം അനുസരിച്ച് ഇത്രയും കേപ്പബിലിറ്റി ഉള്ള കുട്ടിയാണോ എന്നറിയാൻ വേണ്ടി മാർക്സും കാര്യങ്ങളും ചെക്ക് ചെയ്യുക. അപ്പോൾ ഇത് കണ്ടക്ട് ചെയ്യാറുണ്ട്. അതെ, ജെന്യുവിൻ ആണോ, സർട്ടിഫിക്കറ്റ് ഒറിജിനൽ ആണോ, ഇതിൻ്റെ റെഫറൻസ് കറക്റ്റ് ആണോ. ചിലപ്പോൾ യൂണിവേഴ്സിറ്റിയോട് വരെ അവർ തിരക്കാറുണ്ട്. ചില പർട്ടിക്കുലർ യൂണിവേഴ്സിറ്റീസ് ഏജൻസികളെ കൂടുതലും വിശ്വസിക്കുന്നതാണ് പ്രോസസ്സ്. കാരണം നമ്മുടെ നാട്ടിലെ യൂണിവേഴ്സിറ്റികൾക്ക് ഒരു മെയിൽ അയച്ച് അതിൻ്റെ റിപ്ലൈ മേടിച്ചെടുക്കാനുള്ള പാടറിയാമല്ലോ. അപ്പോൾ അതിനൊരു ബദൽ സംവിധാനമായിട്ടാണ് വിശ്വാസമുള്ള ഏജൻസികളിലൂടെ ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് ഇവർ പറയുന്നത്. അപ്പോൾ നമ്മൾ GS ഡോക്യുമെന്റ്സ് ഇവർ പറഞ്ഞിരിക്കുന്ന പ്രകാരമുള്ള ചെക്ക് ലിസ്റ്റ് ഉണ്ട്. അതിനനുസരിച്ചുള്ള ഡോക്യുമെന്റ്സ് എല്ലാം കളക്ട് ചെയ്ത്, ഫിനാൻഷ്യൽ ആൻഡ് അക്കാഡമിക് ഡോക്യുമെന്റ്സ് എല്ലാം കളക്ട് ചെയ്ത് നമ്മൾ യൂണിവേഴ്സിറ്റിക്ക് സബ്മിറ്റ് ചെയ്യുന്നു. യൂണിവേഴ്സിറ്റി അതിന്റെ ചെക്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് അവർ കൺവിൻസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യും. GS ഇന്റർവ്യൂ സ്റ്റുഡൻറ്റുമായിട്ട് കണ്ടക്ട് ചെയ്യും. എല്ലാ യൂണിവേഴ്സിറ്റീസിനും അതില്ല. അതുമെല്ലാം കഴിഞ്ഞ് ഓക്കെ ആണെങ്കിൽ അവർ GS ക്ലിയർ ആയി എന്ന് പറഞ്ഞ് അവർ അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ ഇഷ്യൂ ചെയ്ത് തരും. ഇനി വേറൊരു കാര്യമുള്ളത്, ചില യൂണിവേഴ്സിറ്റീസ് ലൈക്ക് UTS, അതുപോലെ തന്നെ RMIT യൂണിവേഴ്സിറ്റി, ഇവരൊക്കെ നേരെ അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ ഇഷ്യൂ ചെയ്ത് തരും. അതിന്റെ കാരണം അവർക്ക് GS ഇല്ല എന്നുള്ളതല്ല, ആ GS ചെക്ക് ചെയ്യേണ്ടത് ഏജൻസ് ആണ്. ഈ യൂണിവേഴ്സിറ്റി ചെയ്യേണ്ട പണി യൂണിവേഴ്സിറ്റി ചെയ്യുന്നില്ല, പകരം അവർ ഏജൻസിനെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഏജൻസ് അത് പ്രോപ്പറായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് അത് വിസ റിജക്ഷന് കാരണമാകും. അത് മാത്രമല്ല, ഈ കുട്ടികൾ ജെന്യുവിൻ ആയിരിക്കില്ല. ചിലപ്പം അവർ ഫിനാൻഷ്യലി ആ പ്രോഗ്രാം അഫോർഡ് ചെയ്യാൻ പറ്റാത്ത കുട്ടികളായിരിക്കും. അവർക്ക് വിസ കിട്ടി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അവർ യൂണിവേഴ്സിറ്റി മാറിയിട്ടുണ്ടെങ്കിൽ തിരിച്ചു പണി കിട്ടുന്നത് യൂണിവേഴ്സിറ്റിക്ക് തന്നെയാണ്. ഇവരുടെ അസസ്മെന്റ് ലെവൽ താഴേക്ക് പോകും. അങ്ങനെയാണ് ഈ ലെവല് പോകുന്നത്. ഫെബിന്റേക്ക് ഈ വർഷത്തെ 2024 ഫെബിന്റേക്ക് കഴിഞ്ഞതിന് ശേഷം മാർച്ചിൽ വന്ന പുതിയ അസസ്മെന്റ് ലെവലിൽ വെസ്റ്റേൺ സിഡ്നി യൂണിവേഴ്സിറ്റി, ക്യൂൻസ്ലൻഡ് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി, യുനീസ, മർഡോക്ക്, അങ്ങനെ ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ലെവൽ 2ലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. അതിന് ഉത്തരവാദികൾ ശരിക്കും ആരാണ്? അതിൽ QUT, യുനീസ, ഇതൊക്കെ GS ഇല്ലാണ്ട് തന്നെ, അതായത് അൺകണ്ടീഷണൽ ഓഫ് ലെറ്റർ ഡയറക്റ്റ് എന്ന് ഏജൻസി ചെക്ക് ചെയ്ത് ക്ലിയർ ചെയ്യേണ്ട യൂണിവേഴ്സിറ്റീസ് ആയിരുന്നു. അങ്ങനെ ചെയ്യാത്തത് കൊണ്ട് ഇഷ്ടംപോലെ കുട്ടികൾ നോൺ ജെന്യുവൻ സ്റ്റുഡൻസ് കയറി വന്നു. അവരെല്ലാം യൂണിവേഴ്സിറ്റി ചേഞ്ച് ചെയ്തു. UNSW എന്ന് പറഞ്ഞ ഒറ്റൊരു യൂണിവേഴ്സിറ്റിയിൽ ഈ വർഷം വന്നത് 12,000 കുട്ടികളാണ്. 12,000 കുട്ടികളിലും 12,000 ഇന്റർനാഷണൽ സ്റ്റുഡൻസിൽ 9,000 കുട്ടികളാണ് യൂണിവേഴ്സിറ്റി മാറിയത്. അപ്പോൾ ആ യൂണിവേഴ്സിറ്റിനെ, പക്ഷേ UNSW സ്റ്റിൽ ലെവൽ 1 ആണ്, കാരണം ഗ്രൂപ്പ് ഓഫ് 8 ആയതുകൊണ്ട് ആ ഒരു പ്രിവിലേജ് അവർക്കുണ്ട്. പക്ഷെ QUT ഒക്കെ ലെവൽ 2ലേക്ക് മാറി. അതുകൊണ്ട് ഇപ്പോൾ അവരുടെ ഓഫർ ലെറ്റർ ശ്രദ്ധിച്ചാൽ അറിയാം, വ്യക്തമായിട്ട് GS ക്ലിയർ ചെയ്യണമെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. യുനീസ ഇപ്പോൾ ലെവൽ 1 ആയിട്ടുണ്ട്. ഓക്കെ, അടുത്ത പോയിന്റ് അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ. എന്താണ് അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ? ഇപ്പം നമ്മുടെ GS ഒക്കെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞു, കണ്ടീഷൻസ് എല്ലാം മീറ്റ് ചെയ്തു, ലാംഗ്വേജ് ടെസ്റ്റ് സ്കോർ എല്ലാം നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് യൂണിവേഴ്സിറ്റി കൺവിൻസ്ഡ് ആയി നിങ്ങൾക്ക് ഫുൾ അഡ്മിഷൻ, അതായത് അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ ഇഷ്യൂ ചെയ്യും. ഈ ഒരു അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ GS ക്ലിയർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഫീ പേയ്മെന്റ് ആണ്. യൂണിവേഴ്സിറ്റിയിലേക്കുള്ള ഫസ്റ്റ് സെമസ്റ്റർ ഫീസ് അടയ്ക്കുക. ഈ ഫീ പേയ്മെന്റ് സ്റ്റേജിൽ എന്താ സംഭവിക്കണേ? നമുക്ക് ഒരു കോട്ട് ക്രിയേറ്റ് ചെയ്ത് തരും. അത് കോൺവെറ അല്ലെങ്കിൽ ഫ്ലൈവെയർ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം, ഈ 2 പ്ലാറ്റ്ഫോമുകളാണ് ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റീസ് ട്രസ്റ്റ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം. അപ്പോൾ ആ പ്ലാറ്റ്ഫോമിലൂടെ പേയ്മെൻറ്റ് പോകണം എന്ന് പറഞ്ഞ് ഒരു കോട്ട് നമ്മൾ ജനറേറ്റ് ചെയ്ത് ബാങ്കിന് കൊടുക്കുക. അപ്പോൾ ലോണിൽ നിന്നായാലും
നിങ്ങൾക്ക് ഇനി ഓൺ ഫണ്ട് ആയാലും അങ്ങനെയാണ് നമ്മൾ പേയ്മെൻറ്റ് കൊണ്ടുപോകേണ്ടത്. ഇവിടെ നമ്മൾ ഫസ്റ്റ് സെമസ്റ്റർ ഫീസും അതുപോലെ തന്നെ നിങ്ങളുടെ കോഴ്സ് ഡ്യൂറേഷൻ എത്രയാണോ അത്രയും വർഷത്തേക്കുള്ള ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഫീസും കൂടെ ചേർത്തിട്ടാണ് പേയ്മെന്റ് ചെയ്യേണ്ടത്. എന്നാണ് ആ ഇൻഷുറൻസിന്റെ പേര്, ഓവർസീസ് സ്റ്റുഡന്റ് ഹെൽത്ത് കവർ. അപ്പോൾ ഇത് ചെയ്യാനും അപ്പോൾ ഈ OSHC സെലക്ട് ചെയ്യാനും അതുപോലെ ഈ കോട്ട് ജനറേറ്റ് ചെയ്യുന്നതും ഈ ഫീ പേയ്മെൻറ്റ് പ്രോസസ്സിൻ്റെ സഹായം ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ സഹോദര സ്ഥാപനം കമ്പയർ മോസ് ഉണ്ട്, അത് കോൺടാക്റ്റ് ചെയ്യുക. അതിൽ വഴി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് രൂപയുടെ ലാഭമുണ്ട്. ഒരു $100 എങ്കിലും നിങ്ങൾക്ക് OSHCയിൽ ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്, യൂണിവേഴ്സിറ്റിയിൽ ഡയറക്റ്റായിട്ട് OSHC എടുക്കുന്നതിനേക്കാളും. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീ പേയ്മെൻറ്റിലും നിങ്ങൾക്ക് ലാഭമുണ്ട്. 5% വരെയാണ് ഫീ പേയ്മെൻറ്റിൽ എക്സ്ട്രാ നമ്മുടെ ബാങ്കുകൾ ചാർജ് ചെയ്യുന്നത്. അത് നമുക്ക് 2%ലേക്ക് മാറ്റാൻ പറ്റും. ഇപ്പോൾ ഒരു 3% നിങ്ങളുടെ ഫസ്റ്റ് ഫീ പേയ്മെൻറ്റ് ലാഭിക്കുക എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 10 ലക്ഷത്തിന് 3% 30,000 കേട്ടോ. അതുകൊണ്ട് ഇതിനെ സീരിയസ് ആയിട്ട് എടുക്കുക. ഈ ഫീ പേയ്മെന്റ് സ്റ്റേജ് വൺസ് നിങ്ങളുടെ അൺകണ്ടീഷണൽ ഓഫ് ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പാരലായിട്ട് ചെയ്യാവുന്ന 2 കാര്യങ്ങളാണ് നമ്മുടെ ഫീ പേയ്മെന്റും അതുപോലെ തന്നെ നിങ്ങളുടെ മെഡിക്കൽ എക്സാമിനേഷനും. അതിനൊരു കാരണമുണ്ട്. കാരണം എന്തെങ്കിലും ഇപ്പം നിങ്ങൾ ഹെൽത്തി ആയിരിക്കും, പക്ഷേ ഇവരുടെ ടെസ്റ്റിലായിരിക്കും എന്തെങ്കിലും ഇപ്പോൾ ഒരുപാട് കുട്ടികളുടെ കണ്ടുവരുന്നത് TB ആക്റ്റീവായിട്ട് നിൽക്കുന്നത്. എന്നാൽ അവരുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ കുട്ടിക്ക് അങ്ങനത്തെ യാതൊരു ഹിസ്റ്ററി ഇല്ല. അപ്പം അങ്ങനെ എന്തെങ്കിലും ഹെൽത്ത് കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ TBയുടെ ഒക്കെ ആക്റ്റീവായിട്ട് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓസ്ട്രേലിയൻ സ്റ്റുഡൻറ് വിസ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെ മെഡിക്കേഷനൊക്കെ എടുത്ത് അത് ഇനാക്റ്റീവ് ആണെന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ മാത്രം നമുക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് വിസയും കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങളൊരു പർട്ടിക്കുലർ ഇൻടേക്കിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഇൻടേക്ക് മിസ്സാവാതിരിക്കണമെങ്കിൽ ഓഫർ ലെറ്റർ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് പാരലായിട്ട് മെഡിക്കലിൻ്റെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. പിന്നെ ഒന്നുകൂടെ സേഫ്റ്റിക്ക് GS ക്ലിയർ ആകും എന്ന് ഉറപ്പാവുമ്പോൾ ചെയ്താൽ മതി. GS ക്ലിയർ ആയി കഴിയുമ്പോഴാണല്ലോ അൺകണ്ടീഷണൽ ഓഫർ കിട്ടുന്നത്. കാരണം ഈ ഹെൽത്ത് റിലേറ്റഡ് പ്രോഗ്രാംസിലൊക്കെ പോകുന്ന നേഴ്സിംഗ് കുട്ടികൾക്കൊക്കെ ഒരു ഏകദേശം ഒരു 10,000 റുപ്പീസിന് അടുത്താവുന്നുണ്ട് മെഡിക്കൽ എക്സാമിനേഷൻ്റെ ഫീസ് വരുന്നത്. കേരളത്തിൽ മെഡിക്കൽ എക്സാമിനേഷൻ ചെയ്യാവുന്നത് കിംസ് ട്രിവാൻഡ്രത്ത് അവിടെ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ പോയി ആ എക്സാം ചെയ്യുക. അപ്പോൾ ഇത് ചെയ്യുന്നത് സമയം വളരെ നേരത്തെ കാലക്കൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി നല്ലതായിരിക്കും. അപ്പം അങ്ങനെ GS ക്ലിയർ ആവാണ്ട് അല്ലെങ്കിൽ അൺകണ്ടീഷണലി കിട്ടാണ്ട് തന്നെ ഇത്രയും പൈസ മുടക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മാത്രം ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്താൽ മതിയാവും. പക്ഷേ ഈ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, ഈ മെഡിക്കേഷൻ ചിലപ്പം 3 to 4 months വരെയൊക്കെ നീണ്ടു പോയേക്കാം. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വിസ അവർ ഗ്രാൻഡ് ചെയ്ത് തരത്തില്ല, അത് ഇനാക്റ്റീവ് ആണെന്ന് തെളിയിക്കുന്നത് വരെ. സോ അത് ശ്രദ്ധിക്കുക. സ്റ്റേജ് നമ്പർ 8 COE കൺഫർമേഷൻ ഓഫ് എൻറോൾമെന്റ് എന്നുള്ള ഡോക്യുമെന്റ് തയ്യാറാക്കുന്നതാണ് 8ാമത്തെ പ്രോസസ്സ്. ഇനി മുതൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോം അഫയേഴ്സ് ആണ് നിങ്ങളുടെ ഫയൽ ഹാൻഡിൽ ചെയ്യുന്നത്. ഇത്രയും വരെ ആരായിരുന്നു? യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഓഫീസേഴ്സ് ആയിരുന്നു, നിങ്ങളുടെ കൗൺസിലേഴ്സ് ആയിരുന്നു. ഇനി അങ്ങോട്ട് എല്ലാം ചെയ്യുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോം അഫയേഴ്സ് ആണ്. നിങ്ങൾ ഓസ്ട്രേലിയൻ സിസ്റ്റത്തിൽ കയറി കഴിഞ്ഞു, അതിനർത്ഥമായിട്ടാണ് COE ഇഷ്യൂ ചെയ്യുക. ഈ COE ഇഷ്യൂ ചെയ്യുന്നത് ആരാന്നറിയാമോ? പ്രിസം എന്ന് പറഞ്ഞൊരു പോർട്ടലിലൂടെ യൂണിവേഴ്സിറ്റി തന്നെയാണ് ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ കയ്യിൽ ഇതുവരെയുള്ള നിങ്ങളുടെ ട്രാക്ക് റെക്കോർഡുണ്ട്, അത് വെച്ച് പ്രിസം എന്ന് പറഞ്ഞ പോർട്ടൽ, അപ്പോൾ ഓരോ യൂണിവേഴ്സിറ്റിക്കും ഒരു പ്രിസം പോർട്ടലിലേക്ക് ലോഗിൻ ഉണ്ട്. ആ ലോഗിൻ ഉപയോഗിച്ച് അവർ ലോഗിൻ ചെയ്തിട്ട് ഈ സ്റ്റുഡൻസിൻ്റെ ഡേറ്റ ഫീഡ് ചെയ്യുകയാണ്. പാസിംഗ് ദി ഇൻഫർമേഷൻ ഓഫ് യുവേഴ്സ് ടു വിസ ബോഡി, അതാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹോം അഫയേഴ്സ്. അപ്പോൾ അവർക്ക് പ്രിസത്തിലൂടെ ആയതുകൊണ്ടാണ് ഇവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. എത്ര സ്റ്റുഡൻസിന് ആണ് ഓഫർ കൊടുക്കുന്നത്, ജെനുവിൻ സ്റ്റുഡൻസിന് തന്നെയാണ് കൊടുക്കുന്നത്, അതായത് സ്റ്റുഡൻസിന് തന്നെയാണ് എന്നുള്ളത്. ഇപ്പോൾ കാനഡയിലൊക്കെ നടന്നൊരു പരിപാടി അറിയാം, ഇല്ലാത്ത ഒരു കോളേജിൻ്റെ പേരിൽ ഒരു ഓഫർ എടുത്ത് വിസ ചെയ്തു എന്നുള്ള കാര്യങ്ങൾ അറിയാം. എന്നിട്ട് ഇവിടെ വന്നതിന് ശേഷം കുട്ടികൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ടാണ് അറിയുന്നത് അങ്ങനെ ഒരു ഓഫ് ലെറ്റർ വാലിഡ് അല്ല. കോളേജ് ഉണ്ട്, പക്ഷെ ഓഫ് ലെറ്റർ വാലിഡ് അല്ല. ആ കോളേജ് ആ കുട്ടിക്ക് ഓഫ് ലെറ്റർ കൊടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ വിസ അലോ ചെയ്യാൻ പറ്റിയത് ഇങ്ങനൊരു സംവിധാനം അവിടെ ഇല്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും പറയുന്നത് ഓസ്ട്രേലിയ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആണ്. US-ഉം ഓസ്ട്രേലിയയും ഒക്കെ ഒരേ ക്വാളിറ്റിയിൽ നിൽക്കുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. അവിടുത്തെ പ്രോസസ്സുകളെല്ലാം കുറച്ചുകൂടെ ഷാർപ്പാണ്. അപ്പോൾ ഈ പ്രിസം ആക്ച്വലി നല്ലതാണ്. നോട്ട് ജെനുവിൻ അല്ലാത്ത ആൾക്കാർ ഫ്രോഡിലൻ്റ് ആപ്ലിക്കേഷൻസ് ഒന്നും കയറി വരത്തില്ല. കാരണം യൂണിവേഴ്സിറ്റി അതുവരെ ചെക്ക് ചെയ്ത കാര്യങ്ങൾ എൻ്റർ ചെയ്തിട്ടാണ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ കിട്ടുന്ന COE കൺഫർമേഷൻ ഓഫ് എൻറോൾമെൻറ്റ് ഡോക്യുമെൻറ്റിൽ നിങ്ങൾക്കൊരു നമ്പർ ഉണ്ടാവും. ആ നമ്പർ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പിന്നെ വിസയ്ക്ക് ഫയൽ ചെയ്യാൻ പോകുന്നത്. ഇപ്പം നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സും നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം അറിയാം. എന്തെങ്കിലും നോട്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ആഡ് ചെയ്തിട്ടാണ് ഇവർ ഇവിടെ COE ജനറേറ്റ് ചെയ്യുന്നത്. സോ COE കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് കടക്കുകയായി. വിസ ആപ്ലിക്കേഷൻ സ്റ്റേജ് നമ്പർ 9 വിസ ഫയലിംഗ്. ഈ വിസ ഫയലിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വിസ ഫയൽ ചെയ്യുന്ന ഓഫീസറുടെ ട്രാക്ക് റെക്കോർഡ് നല്ലതായിരിക്കണം. അതായത് ഫ്രോഡിലൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഒന്നും പോയിട്ടില്ല, എല്ലാം ജെനുവിൻ സ്റ്റുഡൻസിൻ്റെ ആപ്ലിക്കേഷൻ ആയിരുന്നു. അവരുടെ വിസ സക്സസ് റേഷ്യോ എന്തായിരുന്നു? അപ്പോൾ പല കുട്ടികളും ചോദിക്കും, എന്തിനാണ് ഞങ്ങൾ എല്ലാ ഡോക്യുമെൻറ്റ്സും നന്നായി ചെക്ക് ചെയ്ത് ഉറപ്പാക്കുന്നത് എന്നുള്ളത്. കാരണം നമ്മൾ
ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് ആഗ്രഹിക്കുന്നത്, വിസ പ്രോസസ്സിൽ നമ്മുടെ ട്രാക്ക് റെക്കോർഡ് 100% ആയിരിക്കണം. നല്ല കുട്ടികളാണ് പോകുന്നത് ഓസ്ട്രേലിയക്ക് പഠിക്കാൻ, അവരെ കൊണ്ട് പഠിക്കാൻ പറ്റുമെന്ന് ഉറപ്പാക്കുന്നത് ഞങ്ങളുടെ ജോലിയാണെന്നാണ് ഞങ്ങൾ കാണുന്നത്. അപ്പോൾ ഈ വിസ ട്രാക്ക് റെക്കോർഡ് നല്ലതാണെങ്കിലത്തെ ഗുണം, അല്പം മോശമായ ഒരു പ്രൊഫൈലാണെങ്കിൽ പോലും നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് ഫയൽ ചെയ്താൽ, നല്ലൊരു വിസ ഓഫീസറാണ് ഫയൽ ചെയ്യുന്നതെങ്കിൽ അവരുടെ ട്രാക്ക് റെക്കോർഡിൻ്റെ ബെനിഫിറ്റിൽ നിങ്ങൾക്ക് ഓട്ടോ ഗ്രാൻറ്റ് കിട്ടുകയും വിസ ഗ്രാൻറ്റ് കിട്ടാനുള്ള സക്സസ് ചാൻസ് കൂടുകയും ചെയ്യും. മാത്രമല്ല വിശ്വാസം കൂടുതലാണ്. ആ വിശ്വാസം ഉള്ളതുകൊണ്ട് ഒരു റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇയാൾക്ക് മെയിൽ അയച്ച് ചോദിക്കാനുള്ള പെർമിഷനുമുണ്ട്. ഇപ്പോൾ യൂണിവേഴ്സിറ്റിക്ക് ഒരു ലെവൽ ഉണ്ടെന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെയും ആ ഒരു ഇമ്മി ഹോൾഡർ ആരാണോ അയാളുടെ ട്രാക്ക് റെക്കോർഡും ചെക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ട്രാക്ക് റെക്കോർഡ് യൂണിവേഴ്സിറ്റികൾ എടുത്ത് പരിശോധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കെയർഫുൾ ആയിട്ട് ഫയലുകൾ ഉണ്ടാക്കുന്നത്. കാരണം ഈ ട്രാക്ക് റെക്കോർഡാണ് നമ്മളുടെ ഏജൻസിനെയും ഏത് ഏജൻസിനെയും മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്. അപ്പം ഈ ഡേറ്റ അനലിറ്റിക്സ് അല്ലെങ്കിൽ ഈ ഡേറ്റ വരുന്നു എന്ന് പറയുന്നത് പലരും വിശ്വസിക്കുന്നില്ല. ഇതൊന്നും പോസിബിൾ അല്ലെന്നാണ് എല്ലാവരുടെയും വിചാരം. അങ്ങനെയല്ല, ഇതെല്ലാം ട്രാക്ക് പോസിബിളാണ്, റെക്കോർഡ് ചെയ്യാൻ പോസിബിളാണ്. അപ്പോൾ ആ ഒരു പാറ്റേൺ ആണ്. ഇപ്പം നമ്മളുടെ ഇൻഫർമേഷൻ തന്നെ പല യൂണിവേഴ്സിറ്റികൾക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. പല യൂണിവേഴ്സിറ്റികൾ നമ്മളെ കോൺടാക്ട് ചെയ്ത് തുടങ്ങിയിട്ടുമുണ്ട്. അങ്ങനെയാണ് നമുക്ക് യൂണിവേഴ്സിറ്റി ഓഫ് കാൻബറയുടെ ടൈപ്പ് റീസെൻ്റായിട്ട് ലഭിച്ചത്. അപ്പോൾ അവരെ നമ്മൾ ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തു, നമ്മുടെ സ്റ്റുഡൻസ് പറഞ്ഞു തന്നെ. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഈ യൂണിവേഴ്സിറ്റീസിന് DHA ഇതിന്റെ പെർമിഷൻ കൊടുക്കും. ഈ പ്രസം ഉള്ള ആൾക്കാർക്കെല്ലാം, പ്രസം വെച്ച് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്കെല്ലാം ഇവർ ഈ ഇമി ഹോൾഡറിന്റെ ട്രാക്ക് റെക്കോർഡും എല്ലാം സബ്മിറ്റ് ചെയ്യും. അപ്പോൾ അതിനനുസരിച്ച് യൂണിവേഴ്സിറ്റീസിനും ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക ആൾക്കാരെ. യെസ്, അങ്ങനെ സിസ്റ്റം എല്ലാം ഫെയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിനി അടുത്ത സ്റ്റേജ് എന്താണെന്ന് നോക്കാം. 10ാമത്തെ സ്റ്റെപ്പ്, ഫ്ലൈറ്റ്സ്, അക്കോമഡേഷൻ ആൻഡ് എൻറോളിംഗ് ഇൻ യൂണിവേഴ്സിറ്റി. ഇത് സിമ്പിളാണ്. വിസ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്നാ ചെയ്യണ്ടേ? അതെ, ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാം. വിസ സ്റ്റാമ്പ് എന്ന പരിപാടി ഒന്നുമില്ല, ഒരു ഡോക്യുമെന്റ് മാത്രമേ ഉള്ളൂ. അതിൽ നിങ്ങളുടെ വിസ ഗ്രാൻഡ് നമ്പർ ഉണ്ടായിരിക്കും. ഇനി നിങ്ങൾക്ക് ആ വിസ അതെ 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 അല്ല ഇമെയിലിൽ വന്നിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വന്നിട്ടില്ല, നിങ്ങളുടെ ഏജൻസിയോട് ചോദിക്കുക, ഏജൻസിയുടെ ആയി കാണും. ഇനി അത് ഒറിജിനൽ വിസ ആണെന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഒരു മാർഗ്ഗമുണ്ട്. വിവോ ചെക്ക് നടത്തിയാൽ മതി. VEVO ചെക്ക് ഓൺലൈൻ എന്ന് പറഞ്ഞ് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഓസ്ട്രേലിയൻ DHAയുടെ ഇതിൽ നിങ്ങളുടെ ഗ്രാൻഡ് നമ്പറും പാസ്പോർട്ട് നമ്പറും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യം കാണാൻ പറ്റും. അപ്പോൾ അത് ഒറിജിനൽ ആണെന്ന് അങ്ങനെ നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം. അപ്പോൾ അതുകൊണ്ടാണ് ഇവർ ഈ കാലഹരണപ്പെട്ട രീതിയിൽ അവിടെ പോയി സ്റ്റാമ്പ് ചെയ്യണം. ഇതൊക്കെ കാനഡയുടെ ഔട്ട്ഡേറ്റഡ് സിസ്റ്റമാണ്. കാനഡയൊക്കെ വർഷങ്ങൾ പിന്നിലാണ് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഓസ്ട്രേലിയ ഈ കാര്യത്തിൽ വളരെ സിമ്പിളാണ് പ്രോസസ്സ്. ഈ ഒരു വിസ ഗ്രാൻഡ് ലെറ്റർ ഉണ്ടെങ്കിൽ ഇതുമായിട്ട് എല്ലാവരും ചോദിക്കും, ഇത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ എയർപോർട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഈ നമ്പറുകൾ അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ചരിത്രവും നക്ഷത്രവും ജാതകവും എല്ലാം അവരുടെ കിട്ടും. അത് നോക്കിയിട്ട് ആ ഫോട്ടോ മാച്ച് ആവുന്നുണ്ടോ എന്ന് നോക്കി ബയോമെട്രിക് ചെയ്ത കുട്ടികളുടെയാണ് അതുവരെ ഇവർക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിവേ അങ്ങനെയാണ് ഈ ഓസ്ട്രേലിയയുടെ പ്രോസസ്സ് പോകുന്നത്. സിമ്പിളായിരുന്നു ഈ 10 സ്റ്റെപ്പ് പ്രോസസ്സ് എങ്കിലും ഇതിനകത്ത് നല്ല അധ്വാനം വേണ്ട വർക്കാണ്. ഓസ്ട്രേലിയ അതുകൊണ്ട് തന്നെയാണ് പല ഏജൻസികൾ പ്രൊമോട്ട് ചെയ്യാത്തതും. കാരണം ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്ന വർക്ക് സാധാരണ ഒരു കൺട്രിയിൽ പോകുന്നതിനേക്കാളും ഇരട്ടിയാണ്. അങ്ങനെയാണ് ഓസ്ട്രേലിയ ക്വാളിറ്റി ഏജൻസിന് വർക്ക് ഇരട്ടിയാണ്. കാരണം ഇത്രയും സ്റ്റെപ്സിനകത്തൂടെ പോകണം. ഈ GS ജെനുവിൻ സ്റ്റുഡൻറ് റിക്വയർമെൻറ്റ് ചെക്ക് നടത്തണം. അതുകൊണ്ടൊക്കെ തന്നെ എല്ലാവരും ചുമ്മാ പേടിപ്പിക്കുന്നതാണ്. അങ്ങനെ വലിയ കാര്യങ്ങളൊന്നുമില്ല. ഒബ്വിയസ്ലി ഫണ്ട് റിക്വയർമെൻറ്റ് GS ക്ലിയർ ചെയ്യാനായിട്ട് ഫണ്ട് റിക്വയർമെൻറ്റ്സ് കുറച്ചുകൂടെ ടഫാണ് വെൻ കമ്പയർഡ് ടു അതർ കൺട്രീസ് ലൈക്ക് UK ആൻഡ് കാനഡ. അപ്പോൾ ഈ GS റിക്വയർമെൻറ്റ്സ് എന്താണെന്ന് അറിയാനായിട്ട് നമ്മളുടെ അപ്ഡേറ്റഡ് വീഡിയോ ഇതാ ഉടനെ വരുന്നു. Thank you all for watching today's video. This is Jaswin and Jess signing out from Hola World YouTube channel.